ഓം നമ ശിവായ. ഓം നമ ശിവായ. നർമ്മദേഹൻ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. അപ്പോൾ ഇന്നത്തെ ചോദ്യം, ശത്രുക്കൾ നമ്മിൽ പ്രയോഗിക്കുന്ന വീര്യം കൂടിയ താന്ത്രിക പ്രയോഗങ്ങൾ, അതായത് ഒടി, മാരണം, ഇവയൊക്കെ ചെറുത്തു നിൽക്കുവാനും അതേപോലെ നമ്മൾക്ക് ഏറ്റിട്ടുള്ള താന്ത്രിക പ്രയോഗങ്ങൾ നിർവീര്യം ചെയ്യുവാൻ സിദ്ധതാന്ത്രിക പ്രകാരം നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെ ലളിതവും അതേപോലെ നല്ല വീര്യവുമുള്ള ഫലം നൽകുന്ന പ്രയോഗങ്ങൾ, ഇത് എങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന നുറുങ്ങുകൾ, അതാണ് ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാ എപ്പിസോഡിലും ഈ ചാനലിൽ തന്നെ ഓരോ എപ്പിസോഡിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങൾ, അതേപോലെ ഉയർച്ചകൾ വരുവാനുള്ള സിമ്പിളായിട്ടുള്ള ടിപ്സാണ് ഞാൻ ഈ എപ്പിസോഡിൽ ഓരോ എപ്പിസോഡിലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതെല്ലാവർക്കും നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നുമുണ്ട്. അതുതന്നെയാണ് ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വാട്സപ്പ് ചോദ്യത്തിൻ്റെ ഉത്തരമാണ്, അതായത് നമുക്ക് ആദ്യം വേണ്ടത് ഒരു മുടിയോടുകൂടിയ നാളികേരം, അതേപോലെ ഒരു ചുവന്ന കോട്ടൺ നൂല്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുടിയോടുകൂടിയ തേങ്ങ, പൊതിച്ച തേങ്ങ മുടിയോടുകൂടിയത്, അത് ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി മഞ്ഞൾ വെള്ളം പോലെയാക്കി അതിനുള്ളിൽ ഈ നാളികേരം മുക്കി വയ്ക്കുക ഒരു ദിവസം. അതിനുശേഷം എടുത്ത് നല്ല രീതിയിൽ കുറച്ച് നേരം ഉണക്കാൻ വയ്ക്കുക. സാധാരണ വെയിലത്ത് വെക്കണമെന്നില്ല, ഒരു 2-3 മണിക്കൂർ മാറ്റി വയ്ക്കുക. അല്പത്തേക്ക് ആ മഞ്ഞൾ നല്ല രീതിയിൽ ആ തേങ്ങയിൽ പറ്റും. നല്ല രീതിയിൽ മഞ്ഞൾ വെള്ളത്തിൽ വെക്കണ്ടല്ല, ലൈറ്റ് 1 സ്പൂൺ മതിയാവും. അതിനുശേഷം എന്താ ചെയ്യുക, ഈ പറയുന്ന ചുമന്ന കോട്ടൺ നൂല് 3 പ്രാവശ്യം ആ നാളികേരത്തെ ചുറ്റുക. അതിനുശേഷം നല്ല രീതിയിൽ കെട്ടിവെക്കുക, മുറുക്കി, അഴിയരുത്. അതിനുശേഷം നാം ചെയ്യേണ്ടത്, ഏതാണോ വ്യക്തി ഈ താന്ത്രികത്തിന് അടിമയായിട്ടുള്ളത്, അതായത് ഈ താന്ത്രികം ബാധിച്ചിരിക്കുന്നത്, ആ വ്യക്തിയെ ഈ തേങ്ങ 7 പ്രാവശ്യം അടിമുടി ഒഴിയുക. അതിനുശേഷം ആ വ്യക്തി എവിടെയാണോ കിടക്കുന്നത്, ആ കിടക്കുന്നതിൻ്റെ കാൽഭാഗത്ത്, കാലെവിടെയാണോ ആ ഭാഗത്ത്, ഇപ്പോൾ കട്ടിലാണ് ആ വ്യക്തി കിടക്കുന്നെങ്കിൽ കട്ടിലിൻ്റെ താഴെ വെച്ചാൽ മതി. അത് തറയാണെങ്കിൽ പായയുടെ താഴെ കാൽഭാഗം എവിടെയാണോ അവിടെ വയ്ക്കുക. 3 ദിവസം ആ തേങ്ങ ഉറങ്ങുമ്പോൾ കാൽഭാഗത്ത്, അതായത് ഒരു വ്യക്തി ആ വ്യക്തി കിടക്കുന്നതിൻ്റെ കാൽഭാഗത്ത് വയ്ക്കുക. അത് ഈ പറയുന്ന പായയുടെ താഴെ വെച്ചാലും മതി, കട്ടിലാണെങ്കിൽ കട്ടിലിൻ്റെ താഴെ വെച്ചാലും മതി. 4-മത്തെ ദിവസം ആ തേങ്ങ ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുകിക്കളയുക. അഥവാ ഒഴുക്കുള്ള വെള്ളം നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ ഏതെങ്കിലും ആരും വരാത്ത
ഇടം ഏതാണോ, അതായത് ചതപ്പ് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ആരും വരാത്ത ഇടങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് നമുക്ക് ഈ നാളികേരം കളയുക. നമ്മളെ ബാധിച്ചിരിക്കുന്ന ഈ രീതിയിലുള്ള താന്ത്രികം പൂർണ്ണമായിട്ടും മാറും. ഇപ്പം നല്ല രീതിയിൽ താന്ത്രികം എഫക്റ്റീവായിട്ടുണ്ടെങ്കിൽ, മാനസിക അസ്വസ്ഥതകളൊക്കെ കാട്ടുന്നുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ അവിടെ ഇവിടെ സ്പിന്ന് വെച്ച് കുത്തുന്ന രീതിയിലുള്ള അനുഭവമുണ്ടെങ്കിൽ, നമ്മളെ ആരെങ്കിലും താന്ത്രികം പ്രയോഗിക്കുന്നതായിട്ടുള്ള രീതികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ താന്ത്രികം നമ്മളിൽ വന്നു ചേർന്നാൽ നമുക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മാനസികമായിട്ട് പിരിമുറുക്കം, ഡിപ്രഷൻ പോലത്തെ, മറ്റുള്ളവരോട് വഴക്ക് പിടിക്കുക, പിന്നെ ചുമ്മാ നമ്മൾ കിടക്കുമ്പോഴോ ചുമ്മാ ഇരിക്കുമ്പോഴോ അവിടെ ഇവിടെ പിന്ന് വെച്ച് കുത്തുന്നതുള്ള അനുഭവം ഉണ്ടാവുക, കൈകാലുകൾ വിളറുന്ന രീതിയിൽ മരവിപ്പ് അനുഭവിക്കുക, കണ്ണ് തല ലൈറ്റായിട്ട് ചുറ്റുക, കണ്ണിൻ്റെ കാഴ്ചദൃഷ്ടി കുറയുന്നത് പോലെ അനുഭവപ്പെടുക, തൊണ്ട വറ്റുന്ന രീതിയിലുള്ള അനുഭവം ഉണ്ടാവുക, അനാവശ്യമായ ഹൃദയമിടിപ്പ് ചില സമയങ്ങളിൽ വരിക, ഇവയൊക്കെ ആണ് ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഓരോ രീതികൾ. പിന്നെ കാലിൻ്റെ താഴെ തീ കനലിൽ ചവിട്ടിയ പോലത്തെ അനുഭവം ഉണ്ടാവുക, ഇവയൊക്കെ ഒരു വ്യക്തിയിൽ കാണുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇതേപോലത്തെ താന്ത്രികം പ്രയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ മറികടക്കുവാൻ വേണ്ടിയിട്ടാണ് സിദ്ധന്മാർ ഇതേപോലത്തെ പൊടിക്കൈകൾ നമ്മളെ അറിവുകൾ പകർത്തി കൊടുക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ വീട്ടിൽ ചെയ്യുക, നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. ഇതിച്ചിരി ഇപ്പോൾ ആ വ്യക്തിക്ക് കൂടുതലായിട്ട് ഇത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ 3 ദിവസം എന്നുള്ളത് 4 ദിവസം കഴിഞ്ഞ് 5-ാമത്തെ ദിവസം ഈ തേങ്ങ എടുത്ത് ഒഴുക്കിക്കളഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറും. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമഃ ശിവായ. നർമ്മദേ ഹർ.